അപ്പൊ എല്ലാവരും ഒന്ന് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ട് സംഖ്യകളുടെ തുക 10, അവയുടെ ഗുണനഫലം 20 എങ്കിൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക കാണുക. വ്യുൽക്രമം എന്ന് പറയുമ്പോ റെസിപ്രോക്കൽ അല്ലേ? എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കിയേ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ PDF ഇട്ടപ്പോ അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചെയ്ത് നോക്കിയവർക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവാം. ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ചെയ്യട്ടെ ഞാൻ. നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്ത് നോക്കിക്കോ. ഞാനൊന്ന് തുടങ്ങിയിടാം. രണ്ട് സംഖ്യകളുടെ തുക 10 എന്ന് പറയുന്നുണ്ട്. സംഖ്യ ഏതാ നമുക്ക് അറിയില്ല. സംഖ്യ നമ്മുടെ എക്സ് എന്നും വൈ എന്നും എടുത്തു. അപ്പൊ ഈ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. ഗുണനഫലം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ഇൻറ്റു വൈ, അതായത് എക്സ് വൈ ഈക്വൽ ടു 20 ആണ് വരാൻ. എങ്കിൽ അവയുടെ വ്യുൽക്രമങ്ങളുടെ തുക കാണുക. വ്യുൽക്രമം, എക്സിന്റെ വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തലതിരിച്ച് എഴുതാം. 1/x ആണ്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 1 ആണല്ലോ, വൈ എന്ന് പറഞ്ഞാൽ വൈ ബൈ 1 ആണ്. അപ്പൊ നേരെ നമ്മൾ തലതിരിച്ച് എഴുതുന്നതാണ് റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് വ്യുൽക്രമങ്ങളുടെ തുക കാണാനാണ്. 1/x പ്ലസ് 1/y ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആൻസർ പറഞ്ഞവരൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനൊക്കെ കുറച്ചുപേരൊക്കെ മറന്നുപോയിട്ടുണ്ടോ, കണ്ടുപഠിച്ചതായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ നമ്മൾ ഇതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതൊന്ന് ശ്രദ്ധിക്കാം കേട്ടാ. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു എക്സ് ആദ്യം ചെയ്യാം. 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി എന്ത് ചെയ്യണം? ഈ എക്സിനെയും വൈനെയും നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് അതാണ് നമ്മുടെ ഡിനോമിനേറ്റർ. എക്സ് ഇൻറ്റു വൈ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈ ആണ്. 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ് ആണ്. ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് വൈ ആണ്. നമുക്കിവിടെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 ഉണ്ട്, എക്സ് വൈ ഈക്വൽ ടു 20 ഉണ്ട്. അപ്പൊ ഈ വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാല് എക്സ് പ്ലസ് വൈ തന്നെയാണല്ലോ, 10 ഡിവൈഡഡ് ബൈ എക്സ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് 20 ആണ്. ഇപ്പൊ 10/20 കട്ട് ചെയ്യാം, 1/2 നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മനസ്സിലായ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായ നിങ്ങക്ക്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ട് തരട്ടെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഇതെല്ലാവരും ചെയ്തു നോക്കി. ഒന്ന് ചെയ്തെല്ലാവരും ചെയ്താ കിട്ടിയെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യട്ടാ. ഓക്കെ, അനുജിൻഡോ ലിതി എസ് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ട് തരാം, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്ത്. 2/3 പ്ലസ് 1/2 ഒന്ന് ചെയ്യാമോ? ആൻസർ ചെയ്യാമോ ഇതിന്റെ? ഒന്ന് ആൻസർ ചെയ്യാമോ? ഓക്കെ, അനീഷ ഫസ്റ്റ് ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 10C കമന്റ് ചെയ്തു, അലീഷ കമന്റ് ചെയ്തു. നമ്മുടെ 7/6 എന്ന ആൻസർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയാവോ? ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിക്കാട്ടാ. ഇതിവിടെ മാത്സ് വളരെ വീക്ക് ആയിട്ടുള്ള, ഇതൊക്കെ സ്കൂളിൽ പഠിച്ചിട്ട് മറന്ന ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്കൊന്ന് പരിഗണിക്കണം. അതുകൊണ്ട് നന്നായിട്ട് അറിയണവര് ഒന്ന് പതുക്കൊന്ന് ക്ഷമിച്ചിരിക്കണം ട്ടാ. കണ്ടില്ലേ, നമ്മൾ 2/2 ചെയ്യാ. 2/2 അല്ലെ? പ്ലസ് ഇടാ. ഇനി പ്ലസിന്റെ സ്ഥാനത്ത് മൈനസ് ആണെങ്കിൽ മൈനസ് ഇടണം കേട്ടാ. 1/3 അല്ലെ? 1/3 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 3/2 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 4 ആണ്. പ്ലസ് 1/3 3 ആണ്. പിന്നെ നമ്മുടെ ഡിനോമിനേറ്റർ 6 നമുക്ക് എഴുതാം അല്ലെ? എന്ത് വന്നു? 4ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 7, 7/6 ആണ് ഉത്തരം വരണത്. ഈ മെത്തേഡ് കിട്ടിയാ? ഉത്തരം പറഞ്ഞവരല്ലാത്ത ആൾക്കാരൊന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ. സ്ഥിരം മാത്സ് ക്ലാസ്സിൽ ഉത്തരം പറയണവരുണ്ട്, അവർ വേഗം ചെയ്യുന്നുണ്ട്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം. അല്ലാത്ത ആൾക്കാർ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവര് മറുപടിയൊക്കെ പറയണം കേട്ടാ. ഓക്കെ, സീനിയർ ഉണ്ടോ? മനസ്സിലായി?
ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത പ്രോബ്ലത്തേക്ക് പോവാണ്. അടുത്ത പ്രോബ്ലം ഏകദേശം ഇതുപോലെ തന്നെ. ഓക്കെ, രണ്ട് സംഖ്യകളുടെ തുക 7, അവയുടെ വ്യത്യാസം 3, അവയുടെ വ്യുൽക്രമങ്ങളുടെ വ്യത്യാസം എന്ത്? നമുക്ക് ഏതൊരു പ്രോബ്ലം കിട്ടുമ്പോഴും നേരെ പോയി അതിനെ നേരെ നമുക്കൊരു ഫോർമുലയ്ക്ക് ആക്കാം. നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ മനസ്സിലായേ? ക്വസ്റ്റ്യൻ വായിക്കുക സമാധാനമായിട്ട്. രണ്ട് സംഖ്യകളുടെ തുക 7 അല്ലെ? രണ്ട് സംഖ്യ ഏതാ നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്തു? എക്സ് ആയിട്ടും വൈ ആയിട്ടും എടുത്തു. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7 അല്ലെ? അവയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 3 എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് 3 കിട്ടുക. നമ്മളോട് ചോദിച്ചേക്കണത് വ്യുൽക്രമങ്ങളുടെ വ്യത്യാസമാണ്. വ്യുൽക്രമം എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എഴുതി, വ്യത്യാസം എന്ന് പറയുമ്പോൾ മൈനസ് ചെയ്യണം. 1/x മൈനസ് 1/y ആണ് നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into y ആണ്, മൈനസ് ആണ് ഇടയിലുള്ള സൈൻ, മൈനസ് ഇടുക. 1 into x ആണ്, ഡിവൈഡഡ് ബൈ x into y എന്ന് പറയുമ്പോൾ xy ആണ്. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് x പ്ലസ് y ആണ് 7, x മൈനസ് y ആണ് 3. പക്ഷെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ y മൈനസ് എക്സും xy ആണ് തന്നിട്ടുള്ളത്. അപ്പൊ 7, 3 നമുക്ക് നേരെ തന്നെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയില്ല അല്ലെ? പറ്റില്ല. നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം? എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും തന്നിട്ടുണ്ട്. ഇത് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഫോർമുലയും നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് പ്ലസ് വൈ സമം 7 എന്ന് പറയുന്നത് ഇക്വേഷൻ 1ഉം എക്സ് മൈനസ് വൈ സമം 3 എന്ന് പറയുന്നത് ഇക്വേഷൻ 2ഉമാണ് അല്ലെ? ഇവിടെ നോക്കുക, നമ്മൾ ഈ പ്ലസ് നമ്മൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടാം. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോ എത്രയാ? 2x വരാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 മാങ്ങ അല്ലെ? 2 മാങ്ങ തമ്മിൽ കൂട്ടി അല്ലെ? 2 മാങ്ങ എന്ന് പറയുമ്പോൾ 2x തമ്മിൽ കൂട്ടുമ്പോ 2x. ഇനി നോക്കാം, പ്ലസ് വൈയും മൈനസ് വൈയും ചെയ്യുമ്പോൾ എന്താവും? 0 ആയിട്ട് പോകും അല്ലെ? ഒരു വൈയും അടുത്ത വൈയും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ അങ്ങനെ പോയി. ഇനി നമ്മൾ 7ഉം 3ഉം തമ്മിൽ നമ്മൾ ആഡ് ചെയ്തപ്പോ 10 കിട്ടി. മനസ്സിലായോ? 2x സമം 10 കിട്ടി. എക്സിന്റെ വാല്യൂ കാണാൻ x ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 2. ഇവിടെ 2 into x ആണ് അല്ലെ? 2 into x ആണ്. അപ്പോ ഈ ഇൻഡു എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് സമചനത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ ഹരണമാവും. 10/2 എന്ന് പറയുമ്പോൾ 5 ആണ്. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടിയാൽ ഇനി എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതെങ്ങനെ ചെയ്യാം? നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ, ഇല്ല ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് എക്സിന്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കാം. നമുക്കറിയാം ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7 ആണ്. എക്സിന്റെ വാല്യൂ നമുക്കറിയാം 5. 5 പ്ലസ് വൈ സമം 7. വൈ സമം 7 മൈനസ് 5 പ്ലസ് 5 അപ്പുറത്തോട്ട് പോകുമ്പോ മൈനസ് 5 ആയി. വൈ എന്ന് പറഞ്ഞ നമുക്ക് 2 കിട്ടി. അപ്പൊ എന്ത് കിട്ടി? എക്സ് 5ഉം വൈ 2ഉം കിട്ടി. നമുക്ക് ഈ വാല്യൂസിൽ ഇട്ട് കൊടുത്താ പോരെ? വൈയുടെ അവിടെ നമ്മൾ എന്തിട്ട് കൊടുത്തു? 2. 2 മൈനസ് എക്സിന്റെ അവിടെ എന്തിട്ട് കൊടുത്തു? നമ്മൾ 5 ഇട്ട് കൊടുത്തു അല്ലെ? ഓക്കെ, ഡിവൈഡഡ് ബൈ ഇനി എക്സ് വൈ ആണ് അല്ലെ? എക്സ് വൈ എന്ന് പറയുമ്പോ എക്സ് ഇൻറ്റു വൈ 5 into 2 ആണ് നമുക്ക് വരണത് അല്ലെ? അപ്പൊ എത്ര വരും നമുക്ക്? മൈനസ് 3/10 ആണ് വരണത്. നമ്മൾ ഓപ്ഷനിൽ 3/10 എടുക്കുന്നുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടോ ആൻസർ? ഓക്കെ, 3/10. നമുക്ക് ഇവിടെ നമ്മുടെ വ്യത്യാസം ചോദിച്ചിട്ടുണ്ട് വ്യുൽക്രമങ്ങളുടെ അല്ലെ? ഓക്കെ, വ്യുൽക്രമങ്ങളുടെ വ്യത്യാസം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് വ്യത്യാസം എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 3/10 നമുക്ക് ഇവിടെ ആൻസർ എടുക്കാം അല്ലെ? നമ്മൾ ഓപ്ഷനിൽ വന്നിട്ട് 3/10. ഓക്കെ, അവിടെ നമ്മൾ സൈൻ കാര്യമാക്കണ്ട. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടിയാ? 3/10 കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും? മനസ്സിലായെന്ന് വിചാരിക്കണോ? ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് പഠിക്കാനുള്ള. പിന്നെ ഫോർമുല ചെയ്ത് നോക്കാം. ഫോർമുലയ്ക്ക് ചെയ്യാം.
ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അനീഷ MS ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ PDF കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 114 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 21 കിട്ടണത്. അത് ഞാൻ പറയാം. ഞാനേ നിങ്ങൾ മാത്സ് പഠിച്ചു വരണുള്ളൂ, ബേസ് തീരെ കുറവുള്ളവരുണ്ട്, അപ്പൊ വല്ലാണ്ട് കൺഫ്യൂഷൻ ആവുന്ന വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ തൽക്കാലം പറയാണ്ട് വെച്ചതാണ്. സംശയം പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാം. ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചോദിച്ചത്, അനീഷ ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ ആരെങ്കിലും ചെയ്ത് നോക്കിയിരുന്നാ? നമ്മൾ ഗ്രൂപ്പിലോട്ട് PDF ഷെയർ ചെയ്തപ്പോ അതിന് ഈ ചോദ്യം ഉണ്ടായിരുന്നു. നമ്മളൊരു സംഖ്യേനെ 114 കൊണ്ട് ഹരിച്ചപ്പോ ശിഷ്ടം 21 കിട്ടിയെന്ന് പറയുന്നു അല്ലെ? ഒരു സംഖ്യ നമുക്ക് അറിയില്ല അല്ലെ? നമ്മൾ 114 കൊണ്ട് കിട്ടുന്നു, നമുക്ക് ശിഷ്ടം 21 കിട്ടുന്നു. അപ്പൊ ആ സംഖ്യേനെ 19 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടാണ് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ നമ്മുടെ ഇവിടുത്തെ ഈ കോഷ്യന്റ്, നമ്മുടെ ഈ പറയുന്ന ഈ കോഷ്യന്റ് അല്ലെ ഹരണഫലം നമുക്ക് അറിയില്ല, നമ്മളിവിടെ K ആയിട്ട് എടുത്തു. നമുക്ക് X എന്ന് പറയുന്ന നമ്പർ കിട്ടണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? X ഈക്വൽ ടു ഈ 114 ഇൻറ്റു K, 114 K പ്ലസ് 21 ആണ്, ശിഷ്ടമാണ് അല്ലെ? നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു, എന്താ പറയാ, ഹാരകം ഇൻറ്റു എന്താണ് നമ്മുടെ ഹരണഫലം പ്ലസ് ശിഷ്ടം കൂട്ടുമ്പോഴാണ് നമ്മുടെ നമ്പർ കിട്ടുക, ഹാര്യം അല്ലെ, ഹാര്യം കിട്ടുന്നത് അല്ലെ? അപ്പൊ X എന്ന് പറയുന്ന നമ്പർ കിട്ടണമെങ്കിൽ 114 K പ്ലസ് 21 ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് X എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. ഈ ഫോർമുല വന്നത് മനസ്സിലായ? ഓക്കെ, അപ്പോ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ സംഖ്യേനെ 19 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? അതായത് ഈ 114 K പ്ലസ് 21 19 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോന്നിനും 19 കൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കാം. അതായത് 114 K ബൈ 19 പ്ലസ് 21 ബൈ 19 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ നോക്കാം, 114 114 19 തമ്മിൽ നമുക്കൊന്ന് ഹരിച്ചു നോക്കാം അല്ലെ? ചെയ്ത് നോക്കുമ്പോ നമുക്ക് അതായത് 114 19 കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു നോക്കാം. അപ്പോ നമുക്ക് ഇവിടെ വരുന്നത് ഒരു 19ന്റെ 6 ചെയ്യുമ്പോൾ നമുക്ക് 114 കിട്ടും. കണ്ട, 114 കിട്ടും. അപ്പൊ അതായത് 114 എന്ന് പറയുന്നത് 114 19 കംപ്ലീറ്റ് ആയിട്ട് പോകും നമുക്ക് അല്ലെ? അത് ആറ് പ്രാവശ്യം പോകും, 6K ആണ് വരാ. ഇവിടേക്ക് നോക്കുമ്പോ നമുക്ക് 21 19 ഒരു പ്രാവശ്യം പോവും, ശിഷ്ടം ഒരു 2 നമുക്ക് വരും. മനസ്സിലായ? അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് എഴുതാൻ പറ്റും. 19 ഇൻറ്റു 6K, മനസ്സിലാവണ്ട? 19 ഇൻറ്റു 6K പ്ലസ് 1. അതായത് ഇവിടെ നമുക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഇതിനെ, അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം, ഒരു സ്റ്റെപ്പ് കൂടി എൻ്റെ എഴുതി കാണിക്കട്ടാ. ഇത് കുറച്ച് പേർക്ക് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വിട്ട് കളഞ്ഞ ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, നമുക്ക് ഇവിടെ 114 K പ്ലസ് 21 ഉള്ളതിനെ നമ്മൾ ഇതിൽ നിന്ന് 19 പുറത്തേക്ക് എടുക്കുകയാണ്. മനസ്സിലായ? 19 പുറത്തേക്ക് എടുക്കുകയാണ്. 19 പുറത്തേക്ക് എടുക്കുമ്പോ 19 ഇൻറ്റു 6 ആണ് 114K അല്ലെ? 19 ഇൻറ്റു 6 ആണ് 114. നമുക്കിവിടെ 6K എന്ന് നമുക്ക് എഴുതാം. പ്ലസ് ഇവിടെ 21 19 ഒരു പ്രാവശ്യം പോകും നമ്മൾ പറഞ്ഞു, ഒരു ബാലൻസ് ഒരു 2 കൂടി വരും. മനസ്സിലായ? ബാലൻസ് ഒരു 2 കൂടി വരും, അതിന് നമുക്ക് ഇവിടെ 2 എഴുതാം. മനസ്സിലായി? അപ്പൊ അതായത് ഈ നമ്പറിനെ നമുക്ക് ഈ X എന്ന് പറയുന്ന നമ്പറിനെ 21 കൊണ്ട് ഹരിക്കുമ്പോ, അല്ലെങ്കിൽ 21 അല്ല 19 കൊണ്ട് ഹരിക്കുമ്പോ നമുക്ക് വരണ ശിഷ്ടം എന്ന് പറയുന്നത് ഈ 2 ആയിരിക്കും. മനസ്സിലായ? ഈ 2 ആണ് നമുക്ക് വരുന്ന ശിഷ്ടം എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായ? അനീഷയ്ക്ക് മനസ്സിലായ? അനീഷയാണ് സംശയം ചോദിച്ചത്. ഒന്നുകൂടി പറയണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടാ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇല്ല, മനസ്സിലായി, മനസ്സിലാവും പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഒന്നും കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാട്ടാ. നമ്മൾ കുറച്ചും കൂടി മാത്സ് പഠിച്ചു വരുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എല്ലാവർക്കും ഒന്നും കൂടി മനസ്സിലാവും.
അതുകൊണ്ട് മാത്രം ഇട്ട ചോദ്യമാണ്. ഓക്കെ, നമ്മൾക്കിപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഈ ഫോർമുല വന്ന കാര്യം. എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറിനെ, എക്സ് എന്ന് പറയുന്ന നമ്പർ കിട്ടണമെങ്കിൽ നമുക്ക് 114 k+21 ആണ്. അതായത് 114നെ ഇതിന്റെ ഹരണഫലമായിട്ടുള്ള ഹരണഫലം കൊണ്ട് നമ്മൾ ഗുണിച്ചിട്ട് അതിന്റെ കൂടി 21 എന്ന് പറയുന്ന ശിഷ്ടം കൂട്ടുമ്പോഴാണ് നമുക്ക് എക്സ് എന്ന് പറയുന്ന നമ്പർ കിട്ടണത്. അത് ഓക്കെ അല്ലേ? ഈ ഒരു ഫോർമുല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ? ഇത് ഈ ഒരു ഫോർമുല വന്ന് എങ്ങനെയാന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇനി ഈ നമ്പറിനെ, അതായത് 114 k+21 നമ്മൾ ഏതുകൊണ്ടാണ് ഹരിക്കേണ്ടത്? 19 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടമാണ് ചോദിക്കണേ. 21നെ 19 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടമാണ് ചോദിക്കണേ. ഓക്കെ, ഈ കേക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുത്തു അല്ലെ? നിങ്ങളിപ്പോ ഒരു കാര്യം കേക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുത്തു, ഇപ്പൊ ഒരു 6 അല്ലെങ്കിൽ ഒരു 5, 2 ഒരു വാല്യൂ ഇട്ട് കൊടുത്തു, +21 ചെയ്ത് അതൊരു നമ്പർ കിട്ടും അല്ലെ? അപ്പൊ ആ ഒരു നമ്പർ നമ്മൾ 19 കൊണ്ട് ഹരിക്കുമ്പോ ഉള്ള ശിഷ്ടമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇപ്പൊ എഴുതിയേക്കണ ഈ സംഭവം 114 k+21 ഡിവൈഡഡ് ബൈ 19നെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. അതായത് ഈ 114 കേക്കും 21നും രണ്ടിനും ഈ ഡിനോമിനേറ്റർ 19 ബാധകമാണ്. അപ്പൊ 114 k ഡിവൈഡഡ് ബൈ 19 +21/19 എന്ന് എഴുതിയെന്ന് വിചാരിക്കും. ഇവിടെ നമുക്ക് 19 114 19 കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹരിച്ചു പോകും. മനസ്സിലായോ? അത് എത്ര പ്രാവശ്യം ചോദിച്ചാൽ 6 പ്രാവശ്യം. 19 × 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതായത് ഇവിടെ 6k ആണ് വരാ. 6k+ ഇവിടെ നമുക്ക് ചെയ്യുമ്പോ 19 ഒരു പ്രാവശ്യം പോവും. 21ല് എന്താണ്? 21ല് ഒരു പ്രാവശ്യം 19 പോവും. ഒരു 2 ശിഷ്ടവും വരും അല്ലെ? 21 ഡിവൈഡ് ബൈ 19 ചെയ്യുമ്പോ 21ന് 19 ഒരു പ്രാവശ്യം പോവുള്ളൂ. 2 ശിഷ്ടം വരും അവിടെ. അപ്പൊ നമ്മൾ ഇതിനെ നമ്മൾ ഒന്നുകൂടി ഒരു ഫോർമാറ്റിൽ എഴുതാണ്. അതായത് ഈ 114 k+21നെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോ നമുക്കറിയാം 114 6 പ്രാവശ്യമാണ് പോകുന്നത്. നമ്മൾ ഇതിൽ നിന്ന്, അതായത് ഈ 114 k+21ൽ നിന്ന് നമ്മൾ 19നെ പുറത്തേക്ക് എടുക്കാണ്. അങ്ങനെ കണക്കാക്കാം. മനസ്സിലായി? ഇതിൽ നിന്ന് നമ്മൾ 19നെ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, ഡിവൈഡ് ബൈ 19 ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 19 ആണ്. നോക്കാം. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഡിനോമിനേറ്ററിൽ അല്ലെ ന്യൂമറേറ്ററിൽ ചെയ്യാം. 19 × 114 19 6 പ്രാവശ്യം പോകും അല്ലെ? 6k പ്ലസ് 21ല് 19 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും. പിന്നെ ഒരു ശിഷ്ടം ഉണ്ട് അല്ലെ? ആ ശിഷ്ടം കൂടി നമ്മൾ അവിടെ കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ 19 എഴുതിയാൽ ഈ 19 തട്ടിപ്പോവും. 6k+1 +2 നമുക്ക് വരും. അപ്പൊ ഈ 2 എന്ന് പറയുന്നതാണ് ശിഷ്ടം എന്ന് പറയുന്നത്. മനസ്സിലായി? അതായത് ഇവിടെ ഇപ്പൊ കേക്ക് ഏത് വാല്യൂ കൊടുത്താലും ഈ ഒരു നമ്പർ, എന്നിട്ട് ഈ ഒരു നമ്പർ നമുക്ക് വന്നു വിചാരിക്കും. ഈ ഒരു നമ്പർ വന്നു. ഈ ഒരു നമ്പറിനെ നമ്മൾ 19 കൊണ്ട് ഗുണിക്കുമ്പോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഹരിച്ച് പോകാൻ പറ്റും. പിന്നെ ശിഷ്ടമായിട്ട് വരണത് എപ്പോഴും ഈ 2 ആണ് അധികമായിട്ട് വരാം. അതാണ് നമ്മുടെ ആൻസർ സി വരണത്. മനസ്സിലായ? കിട്ടിയാ നിങ്ങൾക്ക്? ആരും മിണ്ടുന്നില്ല അല്ലെ? അനീഷയ്ക്ക് മനസ്സിലായി. മറ്റുള്ളവർക്ക് മനസ്സിലായാ? യെസ്, ആതിരയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, അലീഷയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാവാത്തവര് തൽക്കാലം വിഷമിക്കണ്ട. നമുക്ക് കുറച്ചുകൂടി പഠിച്ചു വരുമ്പോ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയിലും നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലൊക്കെ വരും. ഇനി മനസ്സിലാവാത്തൊരു പേഴ്സണലായിട്ടൊന്ന് മെസ്സേജ് അയച്ചോളൂ എനിക്ക്. കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. മാത്സ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ക്ലിക്ക് ആവില്ല. നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് എന്താ ബുദ്ധിമുട്ടുണ്ടായെന്നുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തേക്ക് പോവാണ്. ഇതിനകത്ത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ചെയ്തതാണ്. ഇതിലത്തെ കുറച്ചും കൂടി ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാനുണ്ട്. അപ്പൊ അത് ഞാൻ എടുക്കാം. ഇതിന്റെ കൂടെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കുറച്ച് PSC ബുള്ളറ്റിനും ഹൗ ടു റീഡ് SCRT കൂടി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതോടുകൂടി മാത്സിന്റെ ടോപ്പിക് നമ്മൾ ഇന്ന് ഇവിടെ അവസാനിക്കും. ഓക്കെ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പുതിയ PDF 6ന്റെ 6ന്റെ ഘടകങ്ങളിലെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതൊന്ന് ചെയ്തു നോക്കിയേ. 6ന്റെ ഘടകങ്ങളുടെ
വ്യുൽക്രമങ്ങളുടെ തുക എത്ര? കിട്ടിയ 6ന്റെ ഘടകങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? വിസിബിൾ അല്ലേ എല്ലാവർക്കും? ആറിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? നമ്മുടെ ഫാക്ടറൈസേഷൻ ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടാ. 6ന്റെ ഘടകങ്ങൾ ആൻസർ വന്നിട്ടുണ്ട്. ശരിയാണോ നമുക്ക് നോക്കാം. 6ന്റെ ഘടകങ്ങൾ ഒന്ന് നോക്കിയേ. 2 കൊണ്ട് നമ്മൾ ചെയ്തു അല്ലെ? 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ പറയാ? നമുക്ക് 1 എന്ന് പറയുന്ന 6ന്റെ ഘടകമാണ്, 2 6ന്റെ ഘടകമാണ്, 3 6ന്റെ ഘടകമാണ്, 6 6ന്റെ ഘടകമാണ്. ഇതിന്റെ വ്യുൽക്രമങ്ങളുടെ തുകയാണ് ചോദിക്കുന്നത് അല്ലെ? ആൻസർ തെറ്റിച്ച് വന്നോണ്ടിരിക്കണേ. അപ്പൊ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഒരു റൈറ്റ് ആൻസർ വരെ നോക്കാം. എല്ലാ ഓപ്ഷനും വന്നോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ചെയ്യാട്ടാ. ഓക്കെ, ആതിര ജോസ് കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്. ഓപ്ഷൻ സി വന്നിട്ടുണ്ട്. അന്നയുടെ ആൻസർ വന്നിട്ടുണ്ട്. അപ്പൊ നോക്കാം ഇതിന്റെ വ്യുൽക്രമം നോക്കിയാൽ നിങ്ങൾ നോക്കിയേ. വ്യുൽക്രമം എന്ന് പറയുമ്പോൾ 1/1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/6. മനസ്സിലായ? ഇനി നമ്മൾ ഇതില് HCF, LCM, HCF എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചിട്ടില്ല. നമ്മൾ ഇതിന്റെ ഈ ലസാഗു കാണാം, അഥവാ HCF കാണാന്ന് പറയും. ഇത് കാണുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോഴാണ് വ്യുൽക്രമങ്ങളുടെ തുക കാണാൻ പറ്റുക. ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ഇതെല്ലാം 6ന്റെ ഘടകങ്ങളാണ്. അതുകൊണ്ട് ഇതിന്റെ LCM നമുക്ക് ഇതിന്റെ LCM ആയിട്ട് നമുക്ക് ഇതില് ഹയസ്റ്റ് വരുന്ന ഈ 6 ഉണ്ടല്ലോ, ഈ 6നെ LCM 1 സെക്കൻഡ്. ഓക്കെ, ഇതിന് LCM കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് പഠിച്ച കാര്യം ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് നോക്കാട്ടാ. നമ്മളിവിടെ 1 2 3 4 അല്ലെ നമ്മുടെ ലിസ്റ്റ്. എന്തോ? ഓക്കെ, നമുക്ക് ആദ്യം 2 കൊണ്ട് ചെയ്യാം. ഒന്ന് നമുക്ക് അങ്ങനെ എഴുതാം. ഇവിടെ 2ൽ 2 ഒരു പ്രാവശ്യം, 3 ഇവിടെ ഇറക്കിയിടാം. 6ൽ 2 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. ഇനി നമുക്ക് ഇവിടെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത് 3 കൊണ്ടാണ്. അപ്പൊ 3 1 അങ്ങനെ തന്നെ എഴുതി, 1 ഇവിടെ ഇറക്കി ഇട്ടു. 3ൽ 3 ഒരു പ്രാവശ്യമാണ് പോണേ. ഇവിടെ 3ൽ 3 ഒരു പ്രാവശ്യമാണ് പോണേ അല്ലെ? ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഗുണിക്കണം. ഇവിടെ 2×3 ചെയ്യുമ്പോ 6ആണ് നമ്മുടെ LCM വരണത്. LCM വരണത് മനസ്സിലായോ? കാണണത് നമ്മുടെ എല്ലാ തന്നിരിക്കുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട്. 6ന്റെ ഘടകങ്ങൾ നമ്മൾ എഴുതി അല്ലെ? എന്നിട്ട് നമ്മുടെ LCM ഇങ്ങനെ നമ്മൾ കണ്ടു. നമുക്ക് 6 കിട്ടി. ഈ 6ആണ് നമ്മുടെ ഡിനോമിനേറ്റർ ആയിട്ട് വരേണ്ടത്. 6ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ എല്ലാ നമ്പറും ഇതിന്റെ എല്ലാത്തിന്റെയും ഇതിന്റെ ഡിനോമിനേറ്റർ 6 ആക്കാൻ വേണ്ടി എന്തുകൊണ്ട് നമ്മൾ ഇൻഡു ചെയ്യണോ അതേ സാധനം കൊണ്ട് തന്നെ ഈ ന്യൂമറേറ്ററും ഇൻഡു ചെയ്യണം. അതായത് നിങ്ങൾ 1/1 എന്ന് പറയുന്നത് 6 ആവണമെങ്കിൽ ഇൻഡു 6 ചെയ്യണം അല്ലെ? 1 × 6 ചെയ്യുമ്പോഴാണ് ഇവിടെ 6 കിട്ടുള്ളൂ. അതേ 6 തന്നെ മുകളിൽ ഇടണം പ്ലസ്. ഇനി അടുത്ത 1/2 എഴുതി.
ഈ 2 6 നിങ്ങൾ എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. മനസ്സിലായോ? 2 × 3 ചെയ്യുമ്പോഴാണ് 6 കിട്ടുക. അതേ 3 കൊണ്ട് മുകളിൽ നിങ്ങൾ ഗുണിക്കുന്നു. ഇനി അടുത്തടുത്തു 1/3 എടുത്തു, അല്ലെ? 1/3 എടുത്തു. ഈ 3 6 ആവണമെങ്കിൽ എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. 3 × 2 അല്ലേ 6. അതേ സംഭവം തന്നെ മുകളിലും ചെയ്യണം. പ്ലസ് ഇനി 1/6. ഇത് ഓൾറെഡി 6 അതല്ലേ? 6നെ നമ്മൾ 6 ആക്കണമെങ്കിൽ ഇൻറ്റു 1 ചെയ്താൽ മതി, ഇവിടെ ഇൻറ്റു 1 ചെയ്താൽ മതി, അല്ലെ? ഇത്രയും സാധനം നമ്മൾ വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 6/6 പ്ലസ് 3/6 പ്ലസ് 2/6 പ്ലസ് 1/6, അല്ലെ? ഇത്രയും കിട്ടിയില്ലേ? ഇനി ഇതിനകത്ത് നമ്മുടെ ഡിനോമിനേറ്റർ അഥവാ ഛേദങ്ങളെല്ലാം സെയിം ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ നേരെ നമ്മുടെ അംശങ്ങൾ അഥവാ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ കൂട്ടി എഴുതിയാൽ മതി. നമ്മുടെ ഛേദം എന്ന് പറയുന്നത് 6 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. മുകളിലുള്ളത് കൂട്ടിയേ 6 3 9, 9 2 11, 11 1 12. 12/6 എന്ന് വെച്ചാൽ എന്താ ആൻസർ വരണേ? 12/6 എന്ന് വെച്ചാല് 2 ആൻസർ വരണത്. മനസ്സിലായ? LCM സംഭവമൊക്കെ അറിയാത്തവർക്കാണ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരണത്. മനസ്സിലായോ? ഒന്നുകൂടി പറയണോ നിങ്ങൾക്ക്? ഒന്നുകൂടെ പറഞ്ഞു തരണ? സിമിക്ക് പോൾസൺ ഓക്കെ പറഞ്ഞു. ഒന്നുകൂടെ പറയണോ? ആരെങ്കിലും മനസ്സിലായില്ലേ? ഇതൊന്നും ഈ ഒരു LCM കാണുന്ന കാര്യം മാത്രം ഇതിനകത്തുള്ളത് കേട്ടാ. ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് കിട്ടാത്തവര് പറഞ്ഞോളൂ. ഓക്കെ, സിയോണൊക്കെ മെജോറിറ്റി ആൾക്കാർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്, 2 ആണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ചില ആൾക്കാരെ 1നെ ഫാക്ടറായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അതാണ് ചിലർ ചെയ്തവരുടെ ആൻസർ തെറ്റിപ്പോയിട്ടുണ്ടാവുക. അടുത്ത ചോദ്യം നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്. 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 ആയി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ഒന്ന് ആൻസർ ചെയ്തേ. അതായത് 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 ആയിട്ട് വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ആദ്യത്തെ സംഖ്യ ഏതായിരിക്കും? 6 ആയിരിക്കും. 6ന്റെ ടേബിളിൽ വരണതല്ലേ നമുക്ക് 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1നും 50നും ഇടയിൽ അങ്ങനെ വരുന്ന സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 6, 12, 18, 24. ഇവിടെ ഫസ്റ്റ് ആൻസർ വന്നു തോന്നുന്നു. ഓക്കെ, ആതിര ജോസിന്റെ ആൻസർ വന്നിട്ടുണ്ട് 2 കേട്ടാ. ഗുഡ്. 24. പിന്നെ ഏതാ വരുന്നത്? 30 വരുന്നുണ്ട്, 36 വരുന്നുണ്ട്, പിന്നെ 42 വരും, 48 വരും. നമുക്ക് 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ ഏതൊക്കെയാന്ന് കിട്ടി. ഇതില് അക്കങ്ങളുടെ തുക 6 ആയിട്ട് വരുന്ന എത്ര രണ്ടക്ക സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചേ. അപ്പൊ രണ്ടക്ക സംഖ്യ എടുക്ക. 12 എടുത്തു, അതിന്റെ അക്കങ്ങളുടെ തുക 3 ആണ് വരാ. 18 എടുത്തു, അതിന്റെ അക്കങ്ങളുടെ തുക 9 ആണ് വരാ. 24 എടുത്തു, അക്കങ്ങളുടെ തുക 6 വരും. 30 എടുത്തു, അക്കങ്ങളുടെ തുക 6 വരില്ല. 36 എടുത്തു, അക്കങ്ങളുടെ തുക 6 വരില്ല. 42 എടുത്തു, 4 + 2 6, അക്കങ്ങളുടെ തുക വരും. 48 എടുത്തു, അക്കങ്ങളുടെ തുക 8 + 4 12 ആണ് വരാൻ, അല്ലെ? അപ്പൊ നമുക്ക് അക്കങ്ങളുടെ തുക 6 ആയിട്ട് വരുന്ന എത്ര രണ്ടക്ക സംഖ്യ ഉണ്ട്? ഓപ്ഷൻ എ 2 ആണ് വരാൻ. 2 സംഖ്യകളാണ് അങ്ങനെയുള്ളത്, അല്ലെ? കിട്ടിയില്ലേ? അടുത്തേക്ക് പോവാം. അടുത്തത് 108നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ ആൻസർ പറയാം. ഇവിടെ ഈ ഒരു സൈൻ എന്ന് പറയുന്നത് 2�3 എന്നാട്ടാ. 2�3. ഇങ്ങനെയാണ് വരണേ. 2�3, 2�2, അങ്ങനെയാണ് വരണേ. ഓക്കെ, ചെയ്തേ. 108നെ അഭാജ്യ ഘടകങ്ങളാക്കാം. എന്ത് ചെയ്യണം? 108നെ നമുക്ക്
ഇങ്ങനെ ചെയ്യണം അല്ലേ? ഒരു ആൻസർ വന്നിട്ടുണ്ട്. ചെയ്തേ, വേഗം ചെയ്തോളൂ. നൂറ്റിയെട്ട് അല്ലേ? നൂറ്റിയെട്ടിനൊന്നും ചെയ്യാം. 10ല് 2 5 പ്രാവശ്യം ട്ടാ. 8ല് 2 എത്ര പ്രാവശ്യം? 4 × 2 8. വീണ്ടും നമ്മൾ 2 ചെയ്തു അല്ലെ? 2 അല്ലെ? 5ല് 2 എത്ര പ്രാവശ്യം? 2 × 2 4 4 പ്രാവശ്യം അല്ല, 4 വരും. ഇപ്പൊ 2 വരും. ഈ 5ല് ബാലൻസ് ഉള്ള 1 അപ്പുറത്തേക്ക് കൊടുക്കുമ്പോ 14 ആവും. 14 2 7 പ്രാവശ്യം അല്ലെ? 7 2 14. 27 നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 3 കൊണ്ടാണ്. 9 × 3 27 ആണ്. വീണ്ടും 3 3 × 3 9 ആണ്. വീണ്ടും 3 1. ഇപ്പൊ ഇവിടെ 2 2ഉം 3 3ഉം വന്നിട്ടുണ്ട്. 108 അഭാജ്യ ഘടകങ്ങളാക്കിയാൽ 2⁻2 × 3⁻3 എന്ന് വരും. അങ്ങനെ വരുന്നത് ഓപ്ഷൻ ബി ആണ് പറഞ്ഞത്. കിട്ടിയാ? ഓപ്ഷൻ ബി ആൻസർ വന്നിട്ടുണ്ട് കേട്ടാ. അൽസ, നീതു, സോണിയ, മേഘ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻസർ വന്നിട്ടുണ്ട്. കിട്ടിയല്ലോ. അടുത്തേക്ക് പോട്ടെ. അടുത്തേക്ക് പോവാം. അടുത്ത നല്ലൊരു രസകരമായൊരു ചോദ്യം. ഒരു ഒച്ച് 20 അടി ഉയരത്തിലുള്ള ഒരു പോസ്റ്റിൽ കയറുന്നു. പകൽ 5 അടി കയറുകയും രാത്രി 4 അടി ഇറങ്ങുകയും ചെയ്യും. ഒച്ച് പോസ്റ്റിന്റെ മുകളിൽ എത്താൻ എത്ര ദിവസം എടുക്കും? ചെയ്യാൻ പറ്റും നോക്കിയേ. ഞാൻ സ്റ്റാർട്ട് ആകട്ടെ. ഞാൻ പറഞ്ഞു തുടങ്ങാം. നോക്കിയേ. 20 അടി ഉയരമുള്ള പോസ്റ്റാട്ടോ. പോസ്റ്റ് വരച്ചിട്ടുണ്ട്. പകൽ 5 അടി കയറും പുള്ളി. അത് കഴിഞ്ഞ് രാത്രി 4 അടി ഇറങ്ങും ചെയ്യും. അപ്പൊ ഒരു ദിവസം ആക്ച്വലി ആൾ എന്തോരം കയറണ്ട്? അതായത് ആള് പകല് പുള്ളി 5 അടിക്ക് ഇങ്ങോട്ട് കയറും അല്ലെ? 5 അടി. പിന്നെ രാത്രിയോ +5 അടി അല്ലെ? രാത്രിയോ പുള്ളി -4 അടി ഇവിടെ താഴത്തോട്ട് പോരും അല്ലെ? രാത്രി നോക്കാം. ആൻസർ വന്നിട്ടുണ്ട്. വന്ന ആൻസർ തെറ്റാണ്. അപ്പൊ രാത്രി 4 അടി താഴത്തോട്ട് പോരും. അപ്പൊ ഒരു ദിവസം കയറുന്നത് എത്ര അടി ആയിരിക്കും? ഒരു ദിവസം കയറുന്നത് 5 അടി കയറിയിട്ടാണ് 4 അടി ഇറങ്ങിപ്പോരും. ഒരു ദിവസം കയറുന്നത് 5 - 4 = 1 അടിയാണ് അല്ലെ? 1 അടിയാണ് പുള്ളി ഒരു ദിവസം കയറണുള്ളൂ അല്ലെ? ഓക്കെ. ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം. 14 ദിവസം, 15 ദിവസം, 16 ദിവസം, 16 ദിവസം, ഒരു പകൽ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് ആകെ 20 അടി ഉയരത്തിലുള്ള പോസ്റ്റിലാണ് കയറേണ്ടത് അല്ലെ? അപ്പൊ ആലോചിച്ച് നോക്കുക. ഒരു 14 ദിവസം, ഓപ്ഷൻ എ ഒന്ന് എടുത്ത് നോക്കാം. 14 ദിവസം ആള് കയറണമെങ്കിൽ 14 അടിയാണ് കയറണം അല്ലെ? 14 അടി. പിന്നെ വീണ്ടും 6 അടി കയറാനുണ്ട്. അപ്പൊ നോക്കാം. 14 ദിവസം കയറി 15ാമത്തെ ദിവസം പുള്ളി 5 അടി കയറി വീണ്ടും 4 അടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്തായി? ആളെത്ര അടി കയറിയിട്ടുള്ളൂ അല്ലെ? 15 അടി കയറിയിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ 15 ദിവസത്തേക്ക് നോക്കാം.
15 ദിവസം. 15ാമത്തെ ദിവസം കയറി അല്ലെ? 15 ദിവസത്തിപ്പോ ആൾ എത്ര അടി കയറിയിട്ടുണ്ട്? 15 ദിവസത്തിപ്പോ 15 അടി കയറി. ഓക്കെ. ആളത് കഴിഞ്ഞ് അടുത്ത ദിവസം, അതായത് 16ാമത്തെ ദിവസം പകൽ ആൾ 5 അടി കയറി അല്ലെ? 16ാമത്തെ ദിവസം, 16ാം ദിവസം പകല് ആൾ എന്ത് ചെയ്തു? പകൽ 16ാം ദിവസം പകൽ എത്ര അടി കയറി? 5 അടി കയറി അല്ലെ? പകൽ 5 അടി കയറി. 5 അടി കയറിയപ്പോ ആളെവിടെ എത്തി? 20 അടി മുകളിലെത്തിയില്ലേ അല്ലെ? ഇത് കയറിയപ്പോ 15 + 5 ആളെന്ത് ചെയ്തു? 20 അടി മുകളിലെത്തി. അപ്പോ 15 ദിവസവും ഒരു പകലും കൊണ്ട് 20 അടി കയറി മുകളിലെത്തും. പിന്നെ രാത്രി ആൾ തിരിച്ചിറങ്ങുന്നത് നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായ? അപ്പൊ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ഉത്തരം വരണത് അല്ലെ? സി ആണ് ഉത്തരം വരണത്. സി കിട്ടിയിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, അടുത്തേക്ക് പോട്ടെ. അടുത്ത ചോദ്യം. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സെറ്റിലെ. ഓക്കെ. ശംഖുവിന്റെ വീട്ടില് കുറച്ച് പേരുണ്ട് അല്ലെ? കുറച്ച് ആൾക്കാരുണ്ട്. എത്ര പേരാണെന്ന് അറിയില്ല. അവരുടെ എണ്ണത്തിന്റെ വർഗത്തിൽ നിന്ന് അല്ലെ? അവരുടെ എണ്ണം എക്സ് ആണ്. എണ്ണത്തിന്റെ വർഗത്തിൽ നിന്ന് 63 കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ വർഗമൂലം കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടും അല്ലെ? അവരുടെ എത്രയോ പേരുണ്ട്. അവരുടെ എണ്ണം എക്സ് ആണ്. എക്സിന്റെ വർഗം x² ആണ്. അതിൽ നിന്ന് നമ്മൾ 63 കുറച്ചാൽ അവിടുത്തെ വനിതകളുടെ ആ കിട്ടുന്ന സംഖ്യയുടെ വർഗമൂലം കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടും. അത് 9 ആണ്. x² - 63 = 9 ആണ്. ഈ 9 എന്ന് പറയുന്നത് ഏതോ ഒരു സംഖ്യയുടെ വർഗമൂലമാണ്. വർഗമൂലമാണ് 9 എന്ന് പറയുമ്പോൾ ഇതിന്റെ വർഗം എത്രയാ? ഇതിന്റെ വർഗം എന്ന് പറയുമ്പോൾ 81 വരണേ അല്ലേ? ഓക്കെ, നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? x² - 63 = 81 അല്ലേ? ഓക്കെ അല്ലേ? x² - 63 = 81. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരുടെ എണ്ണത്തിന്റെ വർഗത്തിൽ നിന്ന് 63 കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ വർഗമൂലാണ് കേട്ടാ. ഈ സംഖ്യയുടെ വർഗമൂലമാണ് ഇത്. ഈ സംഖ്യയുടെ ആ കിട്ടുന്ന സംഖ്യ ഏതോ സംഖ്യ, അതിന്റെ വർഗമൂലമാണ് ഈ 9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ x² - 63 കുറച്ചേക്കുന്ന സംഖ്യ ഏതാണ്? 81 ആണ് വരണേ. ഓക്കെ, നമ്മൾ x² = 81 + 63 അല്ലെ? ക്വസ്റ്റ്യൻ ഒന്നും മുഴുവൻ വായിച്ചില്ല അല്ലെ? ഓക്കെ, അത് 9 ആണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആകെ ആൾക്കാരുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണം എത്രയായിരിക്കും നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ? നമ്മുടെ x² = 8 + 81 + 63. 81 63 കൂടി കൂട്ടാ 144 കിട്ടും. x² = 144 എന്ന് പറയും. x = എന്താണ്? നമ്മൾ ഈ സ്ക്വയറിനെ അപ്പുറത്തോട്ട് കൊടുക്കുക. അപ്പൊ x = 144 ആണ്. 144ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 12 ആണ്. 12 × 12 ആണ് 144. നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി അല്ലെ? എക്സിന്റെ വാല്യൂ കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ആൾക്കാരുടെ എണ്ണാണ് എക്സ് അല്ലെ? ആകെ ആൾക്കാരാണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് = ആകെ ആളുകൾ അല്ലെ? ആകെ ആളുകൾ. നമ്മളോട് പറഞ്ഞു നമുക്ക് വനിതകളുടെ എണ്ണം അറിയാം. നമ്മളോട് ചോദിച്ചത് ആകെ ആളുകളുടെ എണ്ണം എത്രയാ, പുരുഷന്മാരുടെ എണ്ണം എത്ര? അപ്പൊ വനിതകളുടെ എണ്ണം നമുക്കറിയാം. വനിതകൾ സമം 9 ആണ്. അപ്പോ പുരുഷന്മാർ എത്രയാ? 12 - 9 = 3 ആണ് പുരുഷന്മാര്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആകെ ആൾക്കാരുടെ എണ്ണം 12 ഉണ്ട്. പിന്നെ പുരുഷന്മാരുടെ എണ്ണം 3. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരാം. 12 - 3. മനസ്സിലായോ? ഇത് വന്ന വഴി മനസ്സിലായാ? 9 നമ്മളേക്ക് നമ്മുടെ ആളുകൾ ഇങ്ങനെ എക്സിറ്റ് അടിച്ച് ലീവ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ ലീവ് ചെയ്ത് പോകുമ്പോ നിങ്ങളൊന്നും പറഞ്ഞിട്ട് പോയാൽ നന്നായിരുന്നു. നിങ്ങൾ തിരക്കുള്ളത് കൊണ്ടാണോ ലീവ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ബോറടിച്ചിട്ടാണോ ലീവ് ചെയ്യുന്നത്, മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ. കാരണം 9 ആവുമ്പോ പെട്ടെന്ന് ആൾക്കാർ പടയെന്ന് പോയോണ്ടിരിക്കുന്നു. 9:45 ആവുമ്പോഴേക്കും. നമ്മൾ ആദ്യം 1.5 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മള് 9:45 വരെ ആക്കിയതാണ്. 1.25 മണിക്കൂർ ക്ലാസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇത് കിട്ടിയെന്ന് തോന്നുന്നു അല്ലെ? ഓപ്ഷൻ ഡി നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ നമ്മൾ ഇപ്പൊ എടുത്ത ടോപ്പിക് അല്ലേ?
അതിൽ ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടാ. ഇത് മൊത്തം നമുക്കൊരു ദിവസത്തേക്ക് എക്സാം വെക്കാം. നാളെ എന്ന് ഞാൻ പറയുന്നില്ല. ഈ വീക്കിലെ റിവിഷൻ എക്സാമില് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടും. ഇതിന്റെ ഫുൾ പോർഷൻസിൽ നിന്ന് വീക്കിലി എക്സാമിനകത്ത് ക്വസ്റ്റ്യൻ ഇടുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഇതിൽ പഠിച്ച എല്ലാ മോഡലും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നാളെ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ റീസണിങ്ങിൽ നിന്ന് ഒരു ടോപ്പിക് നമുക്ക് എടുക്കാം. റീസണിങ് അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സിമ്പിൾ ആയിരിക്കും. മെന്റൽ എബിലിറ്റി കുറച്ചും കൂടി ടഫ് ആയിരിക്കും. അപ്പൊ നമുക്ക് റീസണിങ് എന്നുള്ള ടോപ്പിക്കിലേക്ക് നാളെ പോവാം. ലാസ്റ്റ് 5 മിനിറ്റ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്, നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കറണ്ട് അഫെയറിന്റെ ഒരു സെഷനാണ്. കറണ്ട് അഫെയറിൽ നമ്മള് PSC ബുള്ളറ്റിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ചിലർ കേട്ടിട്ടുണ്ടാവില്ല. അതായത് നമ്മുടെ PSCയുടെ കേരള PSC പുറത്തിറക്കുന്ന നമ്മുടെ ഒരു പ്രസിദ്ധീകരണമാണ് PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. അത് എല്ലാ മാസവും 2 വോളിയം വെച്ച് ഇറക്കും. അതായത് മാസത്തിന്റെ 1-ാം തീയതിയും 15-ാം തീയതിയും അവര് ഇത് പുറത്തിറക്കും. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് വരുന്ന കറണ്ട് അഫെയർ ഒരു PSC ഉദ്യോഗാർത്ഥി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഈ PSC ബുള്ളറ്റിൽ നിന്ന് വരുന്ന കറണ്ട് അഫെയർ. അതുപോലെ അതിൽ നമ്മൾ മറ്റു കുറച്ച് മാറ്ററുകളൊക്കെ അതിനകത്ത് അവർ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്നതൊക്കെ നമുക്ക് അതിനകത്ത് വായിക്കാം. നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ PSC ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യും? ഒരു PSC ഉദ്യോഗാർത്ഥി നിർബന്ധമായിട്ടും ഈ PSC ബുള്ളറ്റിലെ കറണ്ട് അഫെയർസ് വായിച്ചു പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത് PSC ബുള്ളറ്റിന്റെ കറണ്ട് അഫെയർ ഒന്ന് പരിചയപ്പെടുത്തി തരാണ്. നിങ്ങൾക്ക് PSC ബുള്ളറ്റിന്റെ കറണ്ട് അഫെയർ PDF കാണാൻ പറ്റുന്നുണ്ടോ? ഇതെങ്ങനെ വായിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ബേസിക് ആയിട്ട് PSC പരീക്ഷയിൽ നമ്മൾ പഠിക്കേണ്ടത് 5 തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള SCERT ബുക്കുകളാണ് 10th ലെവലിൽ പഠിക്കേണ്ടത്. നമ്മൾ ഈ +2 ലെവല് അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലോട്ട് പഠിക്കുമ്പോൾ +1 +2 ക്ലാസ്സുകാരുടെ NCERT ബുക്കുകളും പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്ന പറഞ്ഞാൽ 5 തൊട്ട് 10 വരെയുള്ള SCERTയുടെ കൂടെ പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് കുട്ടികളുടെ ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് ബുക്കുകൾ നമ്മൾ പഠിക്കണം. അപ്പൊ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് സമയമുള്ളവരും നമുക്ക് PDF ഡൗൺലോഡ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ സ്കൂള് അവസാനിക്കാൻ പോണ്, ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് നേരിട്ട് ബുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നവർ കണക്ട് ചെയ്ത് വെച്ചിട്ടോ സ്വന്തമായിട്ട് വായിച്ചു തുടങ്ങാം. കാരണം ഒരു 10th ലെവൽ പരീക്ഷയ്ക്ക് വരുന്ന GK പാർട്ടിൽ നിന്ന് വരുന്ന ഒരു 60% ചോദ്യങ്ങളും SCERT ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരു 50-60% ചോദ്യങ്ങളും GK പാർട്ടിൽ നിന്ന് SCERT ബേസ് ചെയ്തിട്ടായിരിക്കും. കുറച്ച് ഹയർ ലെവൽ ഉണ്ടായിരിക്കുന്നുള്ളൂ. അപ്പൊ അത് എങ്ങനെ വായിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇനി മറ്റൊരു ക്ലാസ്സിനകത്ത് പരിചയപ്പെടുത്തി തരാം. ഇവിടെ ഞാൻ നിങ്ങളെ PSC ബുള്ളറ്റിൻ പരിചയപ്പെടുത്താണ്. PSC ബുള്ളറ്റിനില് ഇത് ജനുവരിയിലെ വോളിയം 1 ആണ്. ജനുവരിയിലെ പ്രത്യേകത ഇയർ എൻഡർ ആണ്. അതായത് 2024 എല്ലാ കറണ്ട് അഫെയറും മൊത്തം ഒരു ഓൾറൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതായത് PSC ബുള്ളറ്റിന്റെ 2025 ജനുവരി മാസത്തിലെ വോളിയം 1-ലും വോളിയം 2-ലും 2024 ഓവറോൾ കറണ്ട് അഫെയർ എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറെ അധികം ഒരു 6 പേജ് വെച്ച് 2 അപ്പൊ അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണത്. നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോ തൊട്ടുള്ള ഡെയിലി കറണ്ട് അഫെയർ ആണ്. നമ്മൾ ഈ 2025 പരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണെങ്കിൽ 2024 ജനുവരി തൊട്ടുള്ള എല്ലാ കറണ്ട് അഫെയറും പഠിക്കണം. ഇപ്പൊ നിങ്ങള് കാര്യമായിട്ട് എഴുതാൻ പോകുന്ന 2026 പരീക്ഷകളായിരിക്കും. അപ്പൊ നിങ്ങൾ 25 ജനുവരി തൊട്ടുള്ള സംഭവങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. എന്നിരുന്നാലും 2024 കറണ്ട് അഫെയറും ചോദിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ അതിന്റെ ഒരു 2024 പകുതി തൊട്ടൊക്കെ ചോദിച്ചു എന്ന് വരാം. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇതിലൊന്നാമത്തെ നോക്കാം. P. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അതിന്റെ പേരെന്താന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ P. വത്സല ആരാന്ന് ചോദിച്ചാല് പ്രശസ്തയായ ഒരു എഴുത്തുകാരിയായിരുന്നു. 2021 അവർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓൾറെഡി PSC അതൊക്കെ ചോദിച്ചു പോയിട്ടുള്ള കാര്യമാണ്. അവരുടെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്, നോവലാണ് നെല്ല് എന്ന് പറയുന്നത്. വയനാട്ടിലെ നെൽ കർഷകരുടെ ദുരിതത്തെ കുറിച്ച് വിവരിക്കുന്ന ഒരു നോവലാണ് നെല്ല് എന്ന് പറയുന്ന നോവല്. നമ്മുടെ ചോദ്യം ഇതാണ്: ഈ നോവലിൽ
ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. ആളുടെ പേര്. കുറുമാട്ടി എന്നാണ് നോവലില് കഥാപാത്രത്തിന് പേര് കൊടുത്തത്. അവരുടെ യഥാർത്ഥ പേര് രാഗിണി എന്നായിരുന്നു. രാഗിണി എന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് കുറുമാട്ടി എന്ന പേരില് ഒരു കഥാപാത്രമായിട്ട് പി വത്സലയുടെ നെല്ലി എന്ന നോവലില് അവതരിപ്പിച്ചത്. നമുക്ക് PSCയില് നമ്മൾ പഠിക്കുമ്പോ മലയാളം പഠിക്കാനുണ്ട്. ആ മലയാളത്തിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കൃതികളും എഴുത്തുകാരും. അതായത് ഓരോ കൃതികളും എഴുത്തുകാരും എന്നുള്ള ഭാഗമുണ്ട്, പ്ലസ് കൃതികളും കഥാപാത്രങ്ങളും. എക്സാമ്പിൾ നമ്മളോട് ചോദിക്കും, ഇപ്പൊ OV വിജയന്റെ അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിലെയാണ്? ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിലെയാണ് OV വിജയന്റെ. അല്ലെങ്കിൽ MTയുടെ ചില നോവലിലെ കഥാപാത്രങ്ങളെ തരും, MTയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ്. അപ്പൊ അത് നമുക്ക് കുറെ പഠിക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിനകത്തേക്കൊക്കെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാവുന്ന ഒരു സംഭവമാണ് കുറുമാട്ടി, അല്ലെ? നെല്ല് എന്ന നോവലിലെ കഥാപാത്രം കുറുമാട്ടിയാണ്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ഈ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിൽ നവോത്ഥാനം പഠിക്കുമ്പോഴാണ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ പരിചയപ്പെടും. ഈ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണ് മൂക്കുത്തി സമരം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നടന്ന പ്രശസ്തമായ സമരത്തിന് നേതൃത്വം വഹിച്ച വ്യക്തി. അതായത് താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോ ആ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത് എന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണ്. ഇനി ഇങ്ങനത്തെ ഒരു രക്തസാക്ഷിത്വ ദിനം, അല്ലെങ്കിൽ 100ാമത്തെ വർഷം, 150ാമത്തെ വർഷം, 200ാമത്തെ വർഷം എന്നൊക്കെ പറഞ്ഞു വരുന്ന കാര്യങ്ങള് പരീക്ഷയില് കറണ്ട് അഫെയർ ആയിട്ട് ആവർത്തിച്ച് ചോദിക്കും. അതായത് ആ വ്യക്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചിലപ്പോൾ കയറി വരും. അപ്പൊ ഒരു പ്രത്യേകമായിട്ട് ഇപ്പൊ 200ാം ജന്മവർഷം എന്നൊക്കെ പറഞ്ഞ് ആചരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ആ വ്യക്തിനെ കുറിച്ച് നമ്മൾ ഒന്ന് വായിച്ചിരിക്കുക, കൂടുതൽ വായിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തൊരു കാര്യം ഇതുപോലെ തന്നെ 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിലെ കവിയാണ് കുമാരനാശാൻ. ഇതും അങ്ങനെ തന്നെയാണ്. നമുക്ക് 100ാം വാർഷികം ആചരിച്ച മലയാള കവിയാണ്. 100ാം ചരമവാർഷികമാണ്, അല്ലെ? നമ്മൾ കുമാരനാശാനെ കുറിച്ചിട്ടും നമ്മൾ കൂടുതൽ ആ സമയത്ത് നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം നോക്കാം. ഇത് നമ്മുടെ PSC പരീക്ഷയിൽ ചോദിച്ചു പോയൊരു ചോദ്യമാണ്. സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചതാണ് കൊല്ലം എന്ന് പറയുന്നത്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. ഇനി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര, അതും കൊല്ലത്ത് തന്നെയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ. അടുത്തൊരു ചോദ്യമാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയൻകീഴ്. ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. നമുക്ക് PSC പരീക്ഷകളിൽ പഠിക്കാനുള്ള ഒരു കാര്യമാണ് എഴുത്തുകാരും തൂലികാനാമങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ ശരിയായ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. അപ്പൊ NK ദേശം N കുട്ടിക്കൃഷ്ണപിള്ള എന്ന് നമുക്ക് പഠിച്ചു വെക്കാം. ഓക്കെ, കറണ്ട് അഫെയർ എങ്ങനെ വായിക്കണം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ്സുകളിൽ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ കറണ്ട് അഫെയർ നിങ്ങൾക്ക് ഇടുന്ന ഡെയിലി GKയില് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വിസിൽ നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോവാം കേട്ടോ. എന്നിട്ടാണ് മീറ്റിംഗ് എൻഡ് ചെയ്യുള്ളൂ.
സിമി, ഓക്കെ, വെൽക്കം. താങ്ക് യു അന്ന, താങ്ക് യു, വെൽക്കം വെൽക്കം. നൈജി വെൽക്കം. വരിക, വെൽക്കം. നീനു പോൾ വെൽക്കം. ജെസ് ലൂസി, ജെൻസി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.